നമസ്കാരം. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ ചുങ്ക ജ്വല്ലറി ലേഡീസ് അവറിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ കവി ശരിക്കും മനോഹരമായ പ്രാസമൊത്ത ഈരടികളും അല്ലെങ്കിൽ ചെറു കവിതകളിലൂടെ എല്ലാം നമ്മുടെ മനസ്സിൽ ജീവിക്കുന്ന ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു എഴുത്ത് ശൈലി വെച്ച് അദ്ദേഹത്തിനെ ബാലകവി എന്ന രീതിയിലാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെട്ടതെങ്കിൽ അതെ, അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന കുഞ്ഞുണ്ണി മാഷിന്റെ ജന്മവാർഷിക ദിനമാണെന്ന്. 1927 മാർച്ച് 26-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത്. കുട്ടിക്കവിതകളിലൂടെയാണ് അദ്ദേഹം നമുക്ക് ഏറെ സുപരിചിതനായത്. ഒരുപക്ഷെ സാഹിത്യം ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് മലയാള സാഹിത്യം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാകില്ല. എന്നിരുന്നാൽ തന്നെയും സാഹിത്യത്തിനും അതീതനായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കുഞ്ഞുണ്ണി മാഷ് എന്ന് പറയേണ്ടി വരും. കാരണം കുഞ്ഞുണ്ണി കവിതകൾ എന്ന് പറയുന്നത് വലിയ കടുകട്ടിയായ കാര്യമൊന്നുമല്ല. പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന ഒക്കെ പാടുന്ന, അല്ലെങ്കിൽ മുട്ടായിക്ക് ബുദ്ധി വെച്ചാൽ ബുദ്ധിമുട്ടായി എന്ന് പാടുന്ന വളരെ രസകരമായ കവിതകൾ എഴുതുന്ന, ആർക്കും വായിക്കാൻ തോന്നുന്ന, ശക്തി വെച്ചാൽ ഇത്തരത്തിൽ ഒരു അർത്ഥവത്തായ വരികൾ, എന്നാൽ ഒരു ഇരുന്ന് ചിന്തിക്കേണ്ട വരികൾ, അങ്ങനെയുള്ള വരികൾ എഴുതിയിരുന്ന വ്യക്തിത്വമാണ് കുഞ്ഞുണ്ണി മാഷ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഒരു എഴുത്തിന്റെ ശൈലി എന്ന് പറഞ്ഞാൽ കൂടുതലും എന്താണ്, ഭാഷയുടെ ഒരു നല്ലൊരു യൂസേജ് ആണ്. മലയാള ഭാഷ ഏറ്റവും മനോഹരമായി യൂസ് ചെയ്തിട്ടുള്ള കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കവിതകളെയാണ് ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു ഭാഷാ പ്രാസമെല്ലാം അദ്ദേഹം ഒത്തിരി അധികം അദ്ദേഹത്തിന്റെ കവിതകളിൽ നിലനിർത്തിയിരുന്നു എന്ന് വേണം പറയാൻ. കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാം ആദ്യ സെഗ്മെന്റിന് ശേഷം. നമസ്കാരം, ടുഡേ ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു പാചകക്കുറിപ്പുമായി നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ഷീബ സനീഷാണ്. വെൽക്കം ടു അവർ പ്രോഗ്രാം. ഇന്ന് എന്താണ് നമുക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത്? ഇന്ന് ഞാൻ ചക്ക ബിണ്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്ക ബിണ്ടി. എന്താ ബിണ്ടിയ? കണ്ണൂരുകാരുടെ പ്രത്യേക വിഭവമാണെന്ന് തോന്നുന്നു അല്ലെ ബിണ്ടിയ? കണ്ണൂർ മാത്രമല്ല, പിന്നെ ഈ സ്കൂൾ കുട്ടികളെല്ലാം ചെറുപ്പത്തിൽ കഴിക്കുന്ന ഒരു വിഭവമായിരുന്നു. കടയിലെല്ലാം ഭരണിയിലുണ്ടാവും. ആ വിഭവമാണ് ബിണ്ടിയ. ഞാൻ ഒരു പരിഷ്കരിച്ചിട്ട് ചക്കയിൽ ചേർത്തിട്ട് ആക്കിയതാണ്. ചക്ക കൊണ്ടുണ്ടാക്കുന്നത് അല്ലേ? എന്താണ് ചക്കയിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ കാരണം? ഞങ്ങളിപ്പം കുറച്ചു കാലമായിട്ട് ചക്കേന്റെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചക്കയുടെ സംഘടന, അതായത് ജീവകാന്തം ജാക്ക് ഫ്രൂട്ട് ലവേഴ്സ് ഫോറം. ജീവകാന്തം ജാക്ക് ഫ്രൂട്ട് ലവേഴ്സ് ഫോറത്തിലെ അംഗങ്ങളാണ് ഞങ്ങൾ കുറച്ച് പേര് അതിലെ അംഗങ്ങളാണ്. ചക്ക കൊണ്ട് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കും? കുറേ തരം വിഭവങ്ങളായിട്ട് ഒരു 200ഓളം ഐറ്റംസ്. 200ഓളം? പെട്ടെന്നൊന്ന് കുറച്ച് പേരുകൾ പറയാമോ? ഞാൻ കണ്ടുപിടിച്ചത് ചക്ക ബിണ്ടിയ, ചക്ക ബർഫി, പിന്നെ ചക്കക്കുരു, നമ്മള് കല്ലുമക്കായി അരിക്കടുക്കയാക്കൂലേ, അതിന്റെ ചക്കക്കുരു ഇട്ടിട്ട് കല്ലുമക്കായ്ക്ക് പകരം ചക്കക്കുരു ഉപയോഗിച്ചിട്ടുണ്ട്. ചക്കക്കുരു ചമ്മന്തിപ്പൊടി, ചക്കക്കുരു അവലൂസ് പൊടി, അങ്ങനെ കുറെ പട്ടിക നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അതെ അല്ലേ, സന്തോഷം. അപ്പോൾ നോക്കാം ചക്ക ബിണ്ടിയ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് ഒരു റൗണ്ട് അടിച്ചതാണ്. അത് ചെറിയ പൊടിച്ചെടുത്തത്. പൊടിച്ചെന്ന് പറഞ്ഞാൽ നല്ല പൊടിക്കണ്ട, ഒറ്റൊരു പ്രാവശ്യം ഒന്ന് മിക്സിയിലിട്ട് കറക്കുകയുണ്ട്. അത് പൊടിച്ചതാണ്. അത് ഒന്ന് വെറുതെ നന്നായിട്ട് വറുത്തെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വറുത്തെടുക്കണം. ഒരു 5 മിനിറ്റ് വറുത്താൽ മതി. ചെറിയൊരു തീയിലങ്ങനെ വറുത്ത് കൊടുത്താൽ മതി. പാചക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഉണ്ട്. സമ്മാനങ്ങളൊക്കെ വാങ്ങാറുണ്ട്. തേങ്ങയാണോ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ചേർക്കുന്നത്? തേങ്ങയും ബെല്ലും. പിന്നെ വെല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശർക്കര. ചക്ക ബിണ്ടിയാണല്ലോ അല്ലേ? അപ്പോൾ ശർക്കര, തേങ്ങ, ചക്ക, ഇതാണ് മെയിൻ ആയിട്ട് വേണ്ട സാധനങ്ങൾ. പിന്നെ കുറച്ച് ഏലക്കായും പശുനെയ്യും. സോ അതുകൂടാ വറുത്തതിന് ശേഷം നമ്മുടെ വെല്ലം, ഇത് വെല്ലം ശർക്കര പാവ് കാച്ചിയതാണ്. പാവ് കാച്ചി അരിച്ചു വെച്ചത്. അത് ഇതിലേക്ക് ഒഴിക്കുക. ഇളക്കട്ടെ. ഏതായാലും പഠിക്കുകയും ചെയ്യല്ലേ? അതെ. മെയിൻ താരമായ ചക്കയിലേക്ക് ഇത് ചക്ക വരട്ടി വെച്ചതാണ്. നമ്മൾ ആവിയിൽ പുഴുങ്ങിയിട്ട് ജാമ് പോലെ ആക്കി എടുത്തത്. ആവിയിൽ പുഴുങ്ങിയിട്ട് മിക്സിയിലിട്ട് അടിച്ച് പിന്നെ നെയ്യ് ചേർത്ത്. നെയ്യ് ചേർത്തില്ല, നെയ്യില്ല, വെല്ലം ഉരുക്കി ഒഴിച്ചിട്ട്
വരട്ടി വെച്ചതാണ്. ചക്ക നമ്മുടെ ദേശീയ ഫലമായി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അതിനുശേഷമാണോ ഈ ചക്കപ്രേമം തുടങ്ങിയത് അതോ അതിന് മുമ്പേ ചക്കയോട് ഇഷ്ടമാണല്ലേ? ഉണ്ടോ വീട്ടിൽ ധാരാളം ചക്കമരവും? പ്ലാവ്? എവിടെയും വീട്ടിൽ ചക്കയൊന്നുമില്ല. പക്ഷെ എവിടെയെങ്കിലും പോയാലും കിട്ടിക്കഴിഞ്ഞാൽ അത് വീട്ടിൽ കഴിഞ്ഞാൽ അതിനെ ഏതെങ്കിലും രൂപത്തിലാക്കി എടുക്കും. ഇപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് ചക്കൻ്റെ. എങ്ങനെ? പാചകത്തിന്റെ ക്ലാസ് എടുക്കുന്നുണ്ട് ചക്ക. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ചക്കേൻ്റെ ഒരു സദ്യ തന്നെയാണ് ആക്കി കൊടുക്കുക. എവിടെയോ ചക്ക വിളമ്പിയെന്നൊക്കെ കേട്ടിരുന്നല്ലോ, എന്താണതെന്ന് പറഞ്ഞൂടെ? അത് നമ്മളെ ശ്രീനിവാസ സാറല്ലേ, സിനിമാതരം, അവരുടെ മകന്റെ കല്യാണം കണ്ണൂർ വെച്ചിട്ടല്ലേ. അപ്പം നിങ്ങളെ ജീവകാന്തൻ ജാക്രൂട്ട് ലവേഴ്സിന്റെ കോർഡിനേറ്റർ ആ ടീം ഞങ്ങൾക്കുണ്ടാകുന്നു അതിന് വേണ്ടി പ്രവർത്തിച്ചു. അപ്പം ഇവിടെ എടക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ചക്ക ആറള ഫാമിൽ നിന്ന് കൊണ്ടുവന്നിട്ട് എടക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് അവിടെ ചക്ക സെറ്റാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ പഴത്തിന് പകരം ചക്ക കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിളമ്പിക്കൊണ്ട് നിൽക്കുമ്പോൾ പഴത്തിന് പകരം ചക്ക, പഴത്തിന് പകരം ചക്ക എല്ലാവരോടും പറഞ്ഞു വിചാരം കണ്ണൂറുകാരെല്ലാം പഴത്തിന് പകരം ചക്കയാണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ജീവകാന്തത്തിലെ 6 ആൾ കൂടിയിട്ടായിരുന്നു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നത്. ലക്ഷ്മി പട്ടേരി, ഷീന ഉദയ്, രൂപ സുധാകരൻ, രജനി സുജിത്ത്, അങ്ങനെ വസന്ത ശിവരാജ് എന്ന് പറഞ്ഞ് അങ്ങനെ 6 ആൾ കൂടിയിട്ട് ഞാനെടുക്കും. ഇതെല്ലാം ഇതിലെ സ്ഥിരം മെമ്പേഴ്സാണോ? ഞങ്ങൾ പല സ്ഥലത്തും മത്സരിക്കാനെല്ലാം പോകുന്നതാണ്. നിരവധി പ്രൈസ് ഒക്കെ വാങ്ങുന്നതാണ്. എല്ലാ മത്സരത്തിലും ചക്ക കൊണ്ടുള്ള ഐറ്റംസ് ആണോ അതോ വെറൈറ്റീസ് നോക്കാറുണ്ടോ? വെറൈറ്റി സ്ഥലത്ത് അങ്ങനെ ഞങ്ങൾ അത് വെക്കും. ചക്കേൻ്റെ തന്നെ എന്തെങ്കിലും പാചകത്തിൻ്റെ മത്സരം വരുമ്പോൾ അതും ഓരോ സ്ഥലത്ത് എത്ര ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ അപ്പം 10-50 ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇത്രയധികം ചക്കയിൽ വെറൈറ്റി അല്ലേ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുന്നു എന്നത് തന്നെ അത്ഭുതമല്ലേ? നല്ല മണം വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാം നന്നായി യോജിച്ചിട്ടുണ്ട്. ഇനി ഇനി ആവാനുണ്ട്. അതായത് നമ്മൾ ചക്ക വരട്ടുന്ന അതേ ഫോമിലേക്ക് ഇതെത്തണം അല്ലേ? അതേപോലെ തന്നെ ഇതായി വരണം. അപ്പോൾ പിന്നെ ഏലക്കായും പശുനെയ്യും, പശുനെയ്യിൽ മുന്നേ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് ഏത് ചക്ക കൊണ്ടുണ്ടാക്കാം? വരിക്കച്ചക്ക, പഴഞ്ചക്ക? പഴഞ്ചക്കയാണ് കൂടുതൽ ടേസ്റ്റ് ഇന്ത്യക്ക്. പിന്നെ ചക്കക്കുരു ഷെയ്ക്ക് ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ അവരെ കയ്യിലെടുക്കുന്നത് ചക്കക്കുരു ഷെയ്ക്ക് കൊടുക്കും. ചക്കക്കുരു ഷെയ്ക്കോ? ചക്കക്കുരു ഷെയ്ക്കും ചക്കക്കുരു അരിക്കെടുക്കും. ഇത് രണ്ടും കൊടുത്തിട്ടാണ് അവരെ കയ്യിലെടുക്കുന്നത്. തേങ്ങയും ശർക്കരയും ചക്കയൊക്കെ ചേർന്ന് നല്ല നല്ല മണം വരുന്നുണ്ട്. വീട്ടിൽ ഇതുപോലത്തെ പരീക്ഷണങ്ങൾ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ചെയ്ത് നോക്കി സക്സസ് ആയതാണ് പുറത്തേക്ക് കൊണ്ടുവരിക. ഞാൻ തന്നെ ഫസ്റ്റ് കഴിച്ചു നോക്കൂ, അതിനുശേഷം പുറത്ത് കൊണ്ടുവരുന്നത്. എങ്ങനെ ഈ ചക്ക കൊണ്ട് ഇത്രയധികം? അത് നിങ്ങൾ പറഞ്ഞല്ലോ 200. ഞാൻ ആദ്യം കോഴിക്കോട്ടിലെ ഒരു സ്വദേശിന്റെ ക്ലാസ് ഇവിടെ വന്നിരുന്നു. അപ്പം അതിൽ അറ്റൻഡ് ചെയ്ത് അവര് പിന്നെ ജാമും സ്കാഷ് അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കാൻ കാണിച്ചത്. അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് അതിന് ബർഫീന്റെ രൂപത്തിലൊന്ന് ആക്കി നോക്കി. അതായത് ഇപ്പം നമ്മൾ ചക്കേന്റെ ബിണ്ടി ഉണ്ടാക്കുന്നില്ലേ, വെള്ളത്തിന് പകരം അത് പഞ്ചസാരയിലിട്ടിട്ട് സെറ്റ് ചെയ്തിട്ട് പ്ലേറ്റിൽ ഇതാക്കിയിട്ട് മുറിച്ചെടുക്കുന്നത് ബർഫിയിൽ അത് ചക്കയിൽ പരീക്ഷിച്ചിട്ട് മാഷിന് കൊണ്ടുപോയി കൊടുത്ത് മാഷ് അത് അന്ന് തന്നെ വിറ്റ് പൈസയാക്കി. പൈസ എൻ്റെ അടുത്ത് കൊണ്ടുതന്ന് മാഷ് വേണ്ട മാഷ് തന്നെ വെച്ചോന്ന് പറഞ്ഞ് തിരിച്ചങ്ങോട്ട് തന്നെ കൊടുത്തു. ഞങ്ങൾക്ക് ഇതിൽ നെയ്യ് ചേർക്കാം. നെയ്യ് കുറച്ച് ചേർത്താൽ മതി, 3 സ്പൂൺ മതി. കൂടെ തന്നെ ഏലക്കാപ്പൊടി, ഒരു സ്പൂൺ മതി. 1 സ്പൂൺ ഏലക്കാപ്പൊടി. 1 സ്പൂൺ ഏലക്ക.
മധുരം ഒരുപാട് ഇഷ്ടമാണോ? മധുരം ഇഷ്ടമാണ്. ഇപ്പം ഷുഗർ എന്തോ ഉള്ള പോലെ ഒന്ന് നിർത്തി വെച്ചിട്ടുള്ള കുറച്ച് ഭയങ്കര ഇഷ്ടം മധുരം. പിന്നെ ഞങ്ങൾ ചക്കേൻ്റെ അച്ചാർ ഉണ്ടാക്കിയിട്ട് വിൽപ്പനയൊക്കെ വെക്കാറുണ്ട്. കുടുംബശ്രീ മേളയിലെല്ലാം അച്ചാറാക്കി. ചമ്മന്തിപ്പൊടി, അവലോസ് പൊടി, ചക്കക്കുരുവിൻ്റെ അവലോസ് പൊടി, ചക്കക്കുരു അവലോസ് പൊടി, അവലോസ് ഉണ്ടാക്കുന്നത് പൊടിയാക്കി. അത് ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കുന്നത് അല്ലേ? ഇതിൽ ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ചക്ക കൊണ്ടുള്ളത് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാ? മെയിൻ ഇത് തന്നെ ചക്ക ബിണ്ടിയ. ചക്ക ബിണ്ടി തന്നെ എല്ലാവർക്കും ഇത് തന്നെയാണ്. ഇതും ബർഫിയും തന്നെയാണ് കാര്യമായിട്ട് ഇഷ്ടമുള്ള സംഭവം. നല്ല നമ്മളെ ആങ്കർ ഇവിടെ മൂക്കിൽ വലിച്ച് കയറ്റുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ പിന്നെ ഒരു ബൗള് ഇതാണെങ്കിൽ ഒരു ബൗളിൽ തന്നെ നിറച്ച് കയറ്റാണ് എടുത്തിട്ടില്ല. അതായത് 2 തേങ്ങക്ക് 3/4 കിലോ ബെല്ലം. 2 തേങ്ങയ്ക്ക് 3/4 കിലോ. 2 തേങ്ങക്ക് 3/4 കിലോ ബെല്ലമാണ്. 2 തേങ്ങയ്ക്ക് 3/4 കിലോ ബെല്ലമാണ് ഇതിൻ്റെ കണക്ക് വരും. ഏലക്കയും നെയ്യൊക്കെ ഇഷ്ടാനുസരണം ചേർത്താൽ മതി. ഇപ്പോൾ ഏലക്കപ്പൊടി നമ്മളിപ്പോൾ 1 സ്പൂൺ ചേർക്കുന്നതിന് ഇനി കൂടുതൽ ചേർത്താൽ കുഴപ്പമൊന്നുമില്ല. ചക്ക ചേർക്കേണ്ടതോ? ചക്കയുടെ അളവ് കൂടിയാൽ? ചക്കേൻ്റെ അളവും കൂടിയാലും കുഴപ്പമില്ല. അതായത് ചക്കയുടെ ചക്കയിൽ ഒരു 15 ചോള 15 ചോള അതാണ് അതിൻ്റെ കണക്ക് വരുന്നത്. കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് തിക്കാക്കി എടുക്കുന്നതിലേ ശ്രദ്ധിക്കാനുള്ളൂ അല്ലേ? ശ്രദ്ധിക്കാനുള്ളൂ. ഇളക്കിക്കൊണ്ട് നിൽക്കണം, അല്ലെങ്കിൽ അരിക്ക് പിടിക്കും. നോക്കൂ, ഏകദേശമായോ? ഇല്ല, വശങ്ങളെന്നെല്ലാം വിട്ട് വന്ന് നടുക്ക് ഇങ്ങനെ ഒരു കുമാരം മാതിരി കൂടും. അങ്ങനെ മറിഞ്ഞിടുമ്പോൾ ശരിക്കും നമ്മൾ ഇതിനെ കൊണ്ട് ഒന്നിങ്ങനെ ഇളക്കുമ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് നിൽക്കുകയാണ്. അതാണ് അതിൻ്റെ പാചകം വരുന്നത്. അത്രയും കട്ടിയിലേക്കായി മാറണം അല്ലേ? കട്ടിയിലേക്കായിട്ട് മാറണം. ഇതിപ്പോൾ ഒരു പാത്രത്തിൻ്റെ കണക്കിൽ എത്ര ബിണ്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ഒരു 10-20 എണ്ണം. ചെറിയ സൈസാണെങ്കിൽ ചെറിയ സൈസാണ് നല്ലത്. വലുതാക്കിയിട്ട് വെക്കണ്ടല്ലേ, പൊട്ടിച്ചെഴുതുന്നുണ്ട് വരുമല്ലേ? ഇതാകുമ്പോൾ ചെറുതാകുമ്പോൾ ഒരാൾക്കുള്ള ഒരു ഇതാവും. ഒരു ഹൽവേൻ്റെ മോഡലായിട്ടുള്ള ഇപ്പോൾ. ഇതിങ്ങനെ തന്നെ മുറിച്ചെടുത്താൽ അൽവയാക്കി എടുക്കാൻ പറ്റുമോ? അൽവയൊക്കെ കുറച്ചും കൂടി തിക്കാവണം. അപ്പം ഒരു പ്ലേറ്റിൽ നെയ്യ് എടുത്തിട്ട്, പക്ഷെ അലുവക്ക് ഇതല്ലല്ലോ ഇതല്ല വരുന്നത്, അത് തേങ്ങാപ്പാലിലാക്കുന്നല്ലേ. നമ്മൾ ഈ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം അതായി കിട്ടും. നോൺ സ്റ്റിക്ക് പാൻ ആക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ആകെ ഒരു 20 മിനിറ്റ് കൊണ്ട് സംഭവം റെഡി. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ വളരെ പെട്ടെന്ന് ആക്കി എടുക്കാമെന്നാണ് പറയുന്നത്. അലുമിനിയത്തിലാകുമ്പോൾ കുറച്ചും കൂടി അടി പിടിക്കുന്നതും പിന്നെ ശ്രദ്ധിക്കേണ്ടി വരും. ഇതിലാകുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം വരുന്നില്ല. ചക്കക്കാലമല്ലേ, പുതിയ വല്ലതും പരീക്ഷിക്കാൻ ഉദ്ദേശമുണ്ടോ? പരീക്ഷിക്കാൻ ഉദ്ദേശമുണ്ട്. ഉണ്ടല്ലേ? സസ്പെൻസ് ആണോ? സസ്പെൻസ് ആണ്. ഓക്കെ. നമുക്കിത് ഇങ്ങനെ ഉരുളിയാക്കുന്നതിന് പകരം പ്ലേറ്റിൽ നെയ്തടവിട്ട് കട്ട് ചെയ്തെടുക്കാം. ചില ഉരുള നമ്മൾ ചൂടോടെ തന്നെയാണ് കുടിക്കുക. അപ്പോൾ അതിന് ചില കുട്ടിക്ക് അത് ചൂടോടുകൂടി ഉരുട്ടണം. ചൂടോടുകൂടി ഉരുട്ടണം.
ഏകദേശം ആയിട്ടുണ്ട്. അതിനെ എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റിയേ കൊണ്ട് പാനിൽ നിന്ന് നല്ലോണം വിട്ട് വന്നിട്ടുണ്ട്. അത് എവിടെയും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഉരുണ്ടുരുണ്ട് വരാൻ തുടങ്ങി. ഇനി അതിനെ എടുത്ത് ചെറിയ ഉരുളകളാക്കി മാറ്റാം അല്ലേ? ഗ്യാസ് ഒക്കെ ഇടും. ശരി. പിന്നെ ഇത് ഉരുളകളാക്കിയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ചൂടോടുകൂടി തന്നെ ഉരുളയാക്കണം അല്ലേ? അപ്പോൾ അങ്ങനെ ചക്ക ബിണ്ടിയ റെഡിയായി അല്ലേ? ഇനി ഈ ഒന്നും കൂടിയേ ഉള്ളൂ. ഉരുട്ടിയിട്ട് അവിടെ വെക്കാം. ശരി, ഓക്കെ. ഇനി നമ്മളെ തേങ്ങനെ കൊണ്ട് അതിനൊരു ചെറിയൊരു ഗാർണിഷ്. വെച്ചാൽ മെയിൻ തേങ്ങയാണല്ലോ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല മധുരമുണ്ട്, ചക്കയുടെ സ്വാദ് അറിയുന്നുണ്ട്, നല്ല മയവും ഉണ്ട്, നല്ല സ്വാദുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നാട്ടിൽ കിട്ടുന്ന നമ്മുടെ ചക്ക കൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം, നല്ല സ്വാദുള്ള സാധനം. മറ്റൊരു വിഭവവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.